ന്യൂസ് പേപ്പർ എല്ലാം ചുരുട്ടിക്കൂട്ടി നമ്മളൊരു കഴുതയുടെ തലയിണത്തെ ഉണ്ടാക്കാൻ പോകുന്ന ഇത് കഴുതിയാകുമോ ഞാൻ കഴുതിയാകുമോ ദൈവത്തിന് അറിയാം. ചുരുട്ടിയ പേപ്പർ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചാണ് ഫോം ആക്കി എടുക്കാൻ പോകുന്നത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഈ തലഭാഗം കേട്ടോ. ഇനി ആ മൂക്കിന്റെ ഒരു ഭാഗമില്ലേ അത് നമ്മൾ താഴേക്ക് ഇങ്ങനെ നീട്ടി വെക്കാൻ പോവാണേ. കഴുത്തിന്റെ ഭാഗം കൂടി കുറച്ചിങ്ങനെ പേപ്പർ ചുറ്റി തന്നെ വെക്കാൻ പോവാണേ. സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഒരു ബ്രൗൺ പേപ്പർ ഇല്ലേ അത് മൈദ പശ തേച്ചാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. മുരികത്തിന്റെ ഭാഗത്തുള്ള ഒരു തടിപ്പും പിന്നെ മൂക്കിന്റെ ഒരു ഷേപ്പ് ഒക്കെ വരുത്താൻ വേണ്ടിട്ട് മുട്ട ട്രേ ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. കീറി നമ്മൾ വേണ്ട സ്ഥലത്തൊക്കെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുവാണ്. നമ്മൾ പേപ്പർ മീഡിയം എടുത്തപ്പോഴേക്കും പരീക്ഷണം മഴയുടെ രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഉണങ്ങി കിട്ടുക ദൈവത്തിനറിയാം. തേങ്ങയുടെ മൂക്ക് ചകിരി ഉപയോഗിച്ചില്ലേ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് രോമം വെച്ച് കൊടുക്കുവാണ്. നമ്മുടെ പള്ളിയിൽ ഒരു സ്റ്റാബ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കഴുതത്തലയാണ് കേട്ടോ. ശരിക്കും നല്ല മഴയായതുകൊണ്ട് തന്നെ ചകിരി ഒന്നും ഉണങ്ങിയിട്ടില്ല. സ്പ്രേ അടിച്ചപ്പോഴേക്കില്ലേ ഉണങ്ങാത്ത ചകിരികളെല്ലാം പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി അത് ഒപ്പിച്ച് വെച്ചേക്കുവാണ്. താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് പേപ്പർ കൊണ്ട് വലിയ ചെലവ് വരാത്ത രീതിയിൽ ഉണ്ടാക്കിയത്.